എടി പ്രമീളെ, പ്രമീളെ, നീ ഇപ്പൊ ഇറങ്ങി വന്നാലും നിന്നെ ഞാൻ മറ്റേ പേര് ഞാൻ വിളിക്കാൻ. ഹലോ, എന്നാ മറ്റേ പേര് മറിച്ച പേര് അങ്ങനെ വിളിക്കാനുള്ള ഫ്ലോർ ആണോ ഇത്? ആ ഞാൻ വിളിക്കും. അയാളെ വിളിക്കണ്ട, അങ്ങനെ ഞാൻ വിളിക്കും. വിളിച്ച അടിയും മേടിക്കും നീ. ആഹാ, ആ എന്നാ കൊണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. സവാളെ സവാള ഇയാൾ ആദ്യം പ്രമീള എന്നല്ലേ വിളിച്ചത്? അതവിടെ ഒറിജിനൽ പേര്, ഇതവിടെ ഇരട്ട പേരാണ് സവാള. നിക് നെയിം അത്. അങ്ങനെ പറഞ്ഞാലാണ് ഇവളെ കളിയാക്കാൻ പറ്റുള്ളൂ. നമ്മളെ കളിയാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. ഒരു 5 മിനിറ്റ് കിട്ടി അവിടെ നിന്നോണ്ട് എന്നെ കുറ്റം കുറവ് പറഞ്ഞോളണം. ആ പറയൂടി, അതെന്റെ അവകാശം, എന്റെ അധികാര. ഞാൻ 2 എണ്ണം കഴിക്കുമ്പോഴത്തേക്കും നാട് മറക്കും, വഴി മറക്കും, വീട് മറക്കും എന്നാണ് നീ വിചാരിച്ചേ? പറയുന്ന കേട്ടാത്തൊന്നും കുടുംബത്തിന്റെ ഉമ്മർത്ത് നിന്നാണ് പറയുന്നത്. അതെ, എന്നാ സംശയമുണ്ടോ? കുടുംബത്തിന്റെ ഉമ്മർത്ത് നിന്നാ സംസാരിക്കണേ എന്ന് നിങ്ങൾക്ക് എന്നാ ഉറപ്പ്? അതായത് നിന്റെ മെനകെട്ട വൃത്തികെട്ട 2 അമ്മാവന്മാര് കളവന്മാരുണ്ടല്ലോ, അമ്മാരെന്നും വീണ്ടും ഉമ്മർത്തിരിക്കാൻ ഇതേ ഇരിക്കുന്നു 2 അമ്മമാര്. നിങ്ങൾക്ക് അതും തോന്നും, അതിലപ്പുറം തോന്നും. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ മനുഷ്യ? താല്പര്യമില്ല. ഇന്നും മേടിച്ചു തരുന്നവന്മാർക്ക് ഇന്ന് മേടിച്ചു തരാൻ താല്പര്യമില്ല, അതുകൊണ്ട് കുടിച്ചില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ കുടിച്ചിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല. എന്നാ എന്റെ കൂടെ ഒന്ന് വീട്ടിലോട്ട് വാ. നീ വേറെ പോയി സാധനം മേടിച്ചു തരാൻ പോണേ എനിക്ക്. ഓ അതല്ല, ഇന്ന് വീട്ടിൽ വന്നിട്ടേ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണവും ഞാൻ വീട്ടിൽ ഇന്ന് ചെയ്ത അടുക്കളപ്പണിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് അഭിപ്രായം പറ. നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ എന്റെ പാചകം എങ്ങനെയാണെന്ന് അഭിപ്രായം നീ പറഞ്ഞിട്ട് ഇനി നീ എന്നോട് സംസാരിച്ചാൽ ചെയ്യണം. നിങ്ങൾ അത് ചെയ്യണം. എന്റെ അനിയത്തിയുടെ കെട്ടിയോനെ വെറും 1.5 പവന്റെ സ്വർണ്ണം എന്റെ അച്ഛൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇയാൾക്ക് ഇങ്ങനാണോ? കല്ലുമാല, മുത്തുമാല, കരിമണിമാല. കണ്ടോ, ഇവക്കടെ അനിയത്തിയുടെ കെട്ടിയോന് കൊടുത്തത് സ്വർണത്തിന്റെ 1.5 പവന്റെ മാല. എനിക്ക് ഈ പൂതനെ കിട്ടി, എനിക്ക് കിട്ടിയതോ കല്ലും കട്ടയും കരിയലേ മാത്രം. മനസ്സിലാക്കണം. വിഷമമുണ്ടെന്ന് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലാവുന്നത്. വിവരക്കേട് പറയണ കേട്ടോ. 2018 ആയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ പൊന്നു തമ്പുരാനെ. പിമ്പിനുമുടി തങ്കപ്പൻ എന്റെ അച്ഛൻ, ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഉണ്ടോ? ഇപ്പോഴും ആ പുള്ളി തന്നെയല്ലേ നിന്റെ അച്ഛൻ. പിന്നെ എനിക്കെന്തിനാണ് ഈ മാറ്റം? കണ്ടോ, മരിച്ചുപോയ എന്റെ അച്ഛനെ പറയുന്നത് കേട്ടോ. ഇയാൾക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. നീ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് വികാര വിരുദ്ധനായിട്ട് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമില്ല, ഞാൻ തെളിയിച്ചു തരാം. അങ്ങനാണെങ്കിൽ എന്നെ ആദ്യമായിട്ട് കണ്ടതും എന്റെ പുറകെ നടന്നതും എന്നെ കല്യാണം കഴിച്ചതൊക്കെ ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം ഓർക്കുന്നുണ്ട്? നീങ്ങ വന്നേ. ഇവിടെ കൊല്ലത്തൊരു വെടിക്കെട്ട് അപകടം നടന്നു, ഒരുപാട് പേർക്ക് ആപത്ത് പറ്റിയില്ലേ? അതും സുനാമി വന്നില്ലേ? അതും പിന്നെ നാഗസാക്കിയിൽ ആറ്റം ബോംബ് വീണതില്ലേ? അത് നീ ദിവസത്തിൽ എത്ര പ്രാവശ്യം ഓർക്കും? അയ്യേ, ഞാനെന്തിനാ അതൊക്കെ ഓർക്കുന്നത്? പിന്നെ എന്തിനാണ് ഞാൻ ഈ ദുരന്തം ഓർക്കണേ? നീ ആ സൈസ് വർത്താൻ എന്നോട് പറയട്ടോ. അപ്പൊ ഞാൻ ദുരന്തം ചുമ്മാതല്ല ഞാൻ പറയുന്നത്, ഒന്നും നിങ്ങൾ കേൾക്കാത്തത്. അല്ല, ഞാൻ എങ്ങനെ കേൾക്കും? എന്താ കേൾക്കാത്ത? നീ എന്നപ്പോ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേന്നോ? ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കരാട്ടെ ക്ലാസ് തുടങ്ങിയിട്ട് എന്നെ ഒന്ന് വിടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടോ? എനിക്ക് നാടൻ തല്ല് കൊണ്ട് ചാവണ നാടി ഇഷ്ടം, നാടൻ തല്ല്. എന്നിട്ട് ഞാൻ കവന്ന് നടക്കുമ്പോ നട്ടല് വെട്ടി 2ആക്കാനല്ലേ നിനക്ക്? അത് വേണ്ട. വിടല്ല പോട്ടെ. എന്നിട്ട് ഞാൻ അരമുറിഞ്ഞ മാക്രിയോട്ട് ഇങ്ങനെ കൈകുത്തി നടക്കണം. അതാ നിന്റെ ഉദ്ദേശം. നടക്കില്ലത്. എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? തിന്നാനും ഉടുക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള തറവാട്ടിൽ നിന്നാ ഞാൻ വന്നത്. ഞാൻ എന്നെ ഒന്ന് നോക്കിക്ക്. ഞാൻ നല്ല ആരോഗ്യമായിട്ട് നല്ല ഗുണ്ടുമണിയായിട്ടല്ലേ ഇരിക്കണത്. അത് ഇഷ്ടപ്പെട്ടു, ഗുണ്ടുമണിയായിട്ട്. ഞാൻ ഇവളെ കെട്ടി വരുമ്പോ ഇവളെ എന്താന്ന് ഈ റബ്ബർ തോട്ടത്തിൽ ചുള്ളിപ്രാണി എന്ന് പറഞ്ഞ ഇലയുടെ കൂട്ടിരിക്കേണ്ട ഒരു ഇല പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രാണി ഉണ്ടായിരുന്നു. ആ പ്രാണിയുടെ കൂട്ടം അവൾ ഇരുന്നത്. എൻ്റെ വീട്ടിൽ വന്നേ പിന്നെ അവൾ ഇവിടെ ഭക്ഷണം കഴിച്ച് പച്ചയായി പോയത്. പിന്നെ ഈ വണ്ണത്തിന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളതല്ലേ? ഇവള് ഈസ്റ്റാന്നേ തിന്നുന്നേ, പുളിച്ചു പൊങ്ങി നിൽക്കുന്നതാ. ഒരു ദുൽഖർ സൽമാൻ നിക്കണ നീപ്പ് കണ്ടാ വെള്ളപ്പാറ്റ. അങ്ങനെ പറഞ്ഞു. അയ്യോ, നീ അങ്ങനെ അടിക്കുന്നു. ഞാൻ ഇയാൾ എന്റെ കുടുംബത്തെ മുഴുവൻ അടകല കുറ്റം പറഞ്ഞോണ്ടല്ലോ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്. എങ്ങനെ സ്നേഹിക്കൂടി നിന്നെ? എന്താ സ്നേഹിച്ച? എങ്ങനെ എന്താ സ്നേഹിച്ചാൽ എന്ത് 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 അല്ല സംഭവം? ഇവളെ എങ്ങനെ സ്നേഹിക്കും? ഇവളെ ഇന്നലെ രാത്രി 12 മണിക്ക്, ഇന്നലെ നടന്ന കാര്യം പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണിക്ക് നീ അങ്ങോട്ടാടി എഴുന്നിട്ട് മാക്കാച്ചു കുത്തിയാൻ കുത്തി ഞാൻ. നീ അങ്ങോട്ട് ഇറങ്ങിപ്പോയേ? നീ ഇന്നലെ രാത്രി 12 മണിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് എനിക്കിപ്പോ അറിയണം. അയ്യോ, അതാണോ? കേക്കണം. രാത്രി പച്ചപ്പാതിരാത്രിയാകും വീട്ടിലെ ജോലിയെല്ലാം കഴിയുമ്പോ. അതുപോലെ ഇന്നലെ ഞാൻ ജോലി തീർത്ത് 12 മണി രാത്രിയായപ്പോ കിടക്കാൻ ഒരുങ്ങപ്പോ പുറത്താരോ പാടുന്നു. അതാരാ പാടിയെന്നറിയാൻ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. രാത്രി 12 മണിക്ക് ആരോ പാടിയെന്ന് പറഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങിയാണല്ലോ. 10 മാസം കഴിയുമ്പോൾ നീ വീടിനുള്ളിലിരുന്ന് ആരാരോ പാടേണ്ടി വരും. അത് നീ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ ആരാരോ പാടിക്കൊണ്ടിരുന്നോ? വരുന്നുണ്ടോ വീട്ടിലോട്ട്? എങ്ങനെ വരുന്നുണ്ടോന്ന്? ഇല്ല, ഞാൻ വരുന്നില്ല. നീ ഇപ്പൊ ഞാൻ പറഞ്ഞോട്ട് ഇച്ചിരി ചൂടില്ല. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് അത് എന്റെ ഈശ്വരാ,
ഇതുപോലൊരു യോഗ്യത ഇല്ലാത്ത ഒരുത്തിനാണല്ലോ എനിക്ക് കെട്ടിയതായിട്ട് നീ കെട്ടിവെച്ച് തന്നത്. നിർത്തിൻ. ഞാൻ യോഗ്യതയില്ലാത്തവനാണോ? മൃണാളൻ MBBS. ഒരു MBBS കാരൻ ഭർത്താവായിട്ട് കിട്ടുന്ന യോഗ്യതയില്ല. എന്താ മൃണാളൻ MBBS. ഇത്രയും വലിയ യോഗ്യത വേണ്ടേ? MBBS ആ? അപ്പൊ ചേച്ചിയാ 8ാം ക്ലാസ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞോട്ടെ, എന്തെങ്കിലും പുലബന്ധമുണ്ട് വിളി സംസാരിച്ചതിൽ? അല്ലേട്ടാ ഞാനൊരു കേസ് ചോദിക്കട്ടെ. ഇത്രയും MBBS പദവിയുള്ള ഒരാള് ഈ 8ാം ക്ലാസ്സുകാരി എന്തിനാണ് കെട്ടിയത്? ചേട്ടൻ വിഷമിക്കണ്ട. ഒരു MBBS കാരൻ ഇങ്ങനെ അവരുടെ വായിരിക്കണമെന്ന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ലല്ല, ഒരു കാര്യമില്ല. ചേച്ചി പോണെങ്കിൽ പോട്ടെ. ചേട്ടൻ MBBS ആയിട്ട് നല്ല മണിമണി പോലത്തെ പെമ്പിള്ളേരെ കിട്ടും. ആണോ? ആ, ഇങ്ങനെ ഇരിക്കണ പെണ്ണുങ്ങളെയോ? അല്ല, നല്ല സുന്ദരി പെമ്പിള്ളേരെ കിട്ടും ചേട്ടന്. ചേച്ചി പോണെങ്കിൽ പോട്ടെ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു MBBS കാരനല്ലേ. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അയാളെ വെറുതെ വിടാം. അയാളെ ഇത്തരം വിദ്യാഭ്യാസമുള്ള മനുഷ്യർ നിങ്ങൾ ഞങ്ങൾ ആദ്യം പോലെ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം അയാളെ പറയുന്നത്? ഇയാള് എന്നെ ഡൈവോഴ്സ് ചെയ്യണോ? വേണ്ട, ഞാൻ ഇയാളെ ഇപ്പൊ ഇവിടെ വെച്ച് ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു. മനുഷ്യ, അവരോട് പറ, അവര് കാർന്നോമാരായിട്ട് നിന്ന് നിങ്ങൾക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരും. പോ, കെട്ടിക്കോ, പൊക്കോ, ഞാൻ പോണു. വേണ്ട വേണ്ട, വരണ്ട, പോണു. ഒന്ന് പറയണേ, പോ. ഹലോ MBBS പോട്ടെ. ഡോക്ടറോ? അവർ പോണെങ്കിൽ പോട്ടെ. ആര്? ചേട്ടൻ 5ാം ക്ലാസ്സിൽ പോലും പോകത്ത ഞാൻ ഡോക്ടറോ? പിന്നെ MBBS എന്ന് പറഞ്ഞതാ. MBBS എന്ന് പറഞ്ഞാലേ മൊബൈൽ ബാറ്ററി ബോർഡ് സർവീസ്, അങ്ങനത്തെ MBBS. ഈ മൊബൈലിന്റെ ഒക്കെ ചെറിയ പണികളൊക്കെ അറിയാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ MBBS. എന്റെ ചേട്ടൻ ചേച്ചി പോയി പണങ്ങി പോയി. പോയോ? ഒരു വക്കീലിനെ കാണാനാണ് പോയത്. ആണോ? ആ. എടി സവാളെ, അമ്മേ, അങ്ങനെ പറഞ്ഞോണ്ട് എന്നെ തല്ലിക്കൊല്ലും. പ്രമീളെ. പ്രമീളെ അങ്ങനെ നിക്ക്.